നോർക്ലിംഗ് കഴിഞ്ഞ് ദ്വീപിലെത്തിയതും സൽമാൻ വണ്ടിയോട് വന്നു. ഈ ബൈക്കിൽ ഞങ്ങൾ ഇന്ന് ലക്ഷദ്വീപ് മൊത്തം ചുറ്റിക്കാണാൻ പോവാണ്. ഇതാണ് അഗത്തി മിനി സ്റ്റേഡിയം. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഉള്ളവർക്കും ഫുട്ബോൾ ഭയങ്കര കാര്യമാണ്. ടീച്ചർ ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾ കാണാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ സീനിയർ സെക്കൻഡറി സ്കൂൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ലൊരു പഠനാന്തരീക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാഹനങ്ങളൊക്കെ കുറവാണ്. 3 റോഡുകളാണ്. എങ്ങനെ പോയാലും നമ്മൾ പുറപ്പെട്ടോടത്ത് തന്നെ തിരിച്ചെത്തും. എയർപോർട്ട് റോഡ് പോകുന്നതിന്റെ 2 വശത്തും കടലുകൾ കാണാൻ പറ്റും. പോർട്ടിലൂടെയാണ് ഇവിടേക്ക് ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ എത്തുക. അഥവാ കപ്പൽ വന്നില്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നും കിട്ടൂല കേട്ടോ. കറണ്ട് ഉണ്ടാക്കാൻ ഡാമുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റർ വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇന്ധനം വന്നില്ലെങ്കിൽ ലക്ഷദ്വീപ് മുഴുവൻ ഇരുട്ടായിരിക്കും. അങ്ങനെ രാത്രിയായി പിള്ളേരുടെ കലാപരിപാടിയൊക്കെ കണ്ട് കടന്നുറങ്ങി. ഇപ്പൊ ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ ഞാൻ കമ്പനി ആയിട്ടുണ്ട്. കടൽ തീരത്ത് ഒരു ആൾക്കൂട്ടം കണ്ട് ചെന്ന് നോക്കിയതാ. ഹക്കീമാക്ക നമ്മളെ പിള്ളേർക്ക് കയാക്കിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഏതായാലും ഇതുവരെ വന്നതല്ലേ, ഇതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാന്ന് ഞാനും വിചാരിച്ചു. കിട്ടിയ പാടെ ജാക്കറ്റ് എടുത്ത് ഞാനും ഇറങ്ങിട്ടോ. ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ടും ലൈസൻസ് ഉള്ളതുകൊണ്ടും ഞാൻ സുഖമായിട്ട് പോയി. എന്താണെന്നറിയില്ല, ശരീരം അനങ്ങിയ അപ്പൊ വിശക്കും. ഇനി നമുക്ക് ഷൂ വേണ്ട കേട്ടോ, നമ്മൾ സ്കൂബ ഡൈവ് ചെയ്യാൻ പോവാം. മാസ്ക് ഇട്ടിരുന്നെങ്കിലും നന്നായിട്ട് ടാൻ അടിച്ചു. ഞങ്ങൾ എല്ലാവരും സ്കൂബ ഡൈവിനുള്ള ബോട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാ ചെയ്യാൻ പോകുന്നത്. വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഓക്കെ, ബൈ.